ഈ രാജകുമാരിക്ക് അതിമനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടം ഉണ്ടാക്കിയെടുത്തതെല്ലാം ഈ രാജകുമാരി തന്നെയാണ്. ചെടികൾ നട്ട് വളർത്തിയതും അതിന് വെള്ളമൊഴിക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് രാജകുമാരി തന്നെയാണ്. ദാസിമാരൊക്കെ ഉണ്ട്, ഒരുപാട് ദാസിമാരുണ്ട്. എന്നാൽ അവരെ ഒന്നും ആ പൂന്തോട്ടത്തിലോട്ട് കടത്തി വിടുകയോ ഒന്നും ചെയ്യത്തില്ല. രാജകുമാരി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ നല്ല ഒരു പൂന്തോട്ടമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ചെടികളെല്ലാം നിറഞ്ഞു പൂത്ത് നിൽക്കുകയാണ്. സമയം കിട്ടുമ്പോഴെല്ലാം രാജകുമാരി പൂന്തോട്ടത്തിൽ വരികയും ചെടികളോടും പൂക്കളോടും എല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്യുക പതിവായിരുന്നു. നല്ലൊരു പൂ കണ്ടപ്പോൾ രാജകുമാരി അത് അടർത്തിയെടുക്കാൻ തുടങ്ങി. അന്നേരമാണ് അതിൻ്റെ മുള്ളു കൊണ്ട് രാജകുമാരിയുടെ കൈ മുറിഞ്ഞു. ഇത് കണ്ടുവന്ന റാണി ഓടി അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് മകളോട്, എന്തിനാണ് പൂ അടർത്താനൊക്കെ പോയത്? നിൻ്റെ ആജ്ഞ കേൾക്കാൻ നിൽക്കുമല്ലേ ഇവിടെ ഒരുപാട് ദാസിമാർ, അവർ നിനക്ക് എത്ര പൂ വേണേലും കൊണ്ടുവരുമായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രാജകുമാരിയെ റാണി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇത് കേട്ടപ്പോൾ രാജകുമാരി ചോദിക്കുകയാണ്, നാളെ ഈ രാജ്യം ഭരിക്കേണ്ട ഞാനൊരു പൂവ് അടർത്തിയെടുക്കാൻ പോലും ശക്തയല്ലേ എന്ന് ആളുകൾ വിചാരിക്കില്ലേ? അങ്ങനെ ഇരിക്കെ പെട്ടെന്നായിരുന്നു രാജാവിന് എന്തോ ഒരു അസുഖം വ്യാപിച്ച് കിടപ്പിലായത്. ആ സമയത്താണ് അയൽ രാജ്യത്തെ രാജാവ് ഈ രാജ്യം വീണ്ടെടുക്കാനായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടത്. ഉടനെ തന്നെ മന്ത്രിയും സൈന്യാധിപനുമൊക്കെ യുദ്ധത്തിന് പുറപ്പെട്ടു. അവർ എതിർ രാജ്യത്തെ രാജാവിനോടും പരിവാരങ്ങളോടും യുദ്ധം ചെയ്ത് തുടങ്ങുകയാണ്. യുദ്ധത്തിൽ പങ്കെടുത്ത ഈ രാജ്യത്തിലുള്ള എല്ലാവരും അങ്ങനെ മരിച്ചു വീഴാൻ തുടങ്ങി. അതോടെ എതിർ രാജ്യത്തുള്ള രാജാവും പടയാളികളുമെല്ലാം കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. ഇതൊന്നും അറിയാതെ രാജകുമാരി അങ്ങനെ പൂന്തോട്ടത്തിൽ നിൽക്കുകയായിരുന്നു. അയൽ രാജ്യത്തെ രാജാവ് അപ്പോൾ അവിടേക്ക് വന്നിട്ട് രാജകുമാരിയെ പിടിച്ചോണ്ട് പോകാനൊരുങ്ങി. രാജകുമാരി അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ പെട്ടെന്നൊരു അത്ഭുതമുണ്ടായത്. അവിടെ നിന്നൊരു ചെടി രാജകുമാരിയെ വലയം തീർത്ത് ചെടിക്കുള്ളിലാക്കി. ഉടനെ തന്നെ മറ്റു ചെടികൾ എന്തോ ഒരു വിഷവാതകം പുറത്തേക്ക് വിട്ടു. ആ വിഷവാതകം രാജകുമാരി കേൾക്കാതിരിക്കാനാണ് ഈ ഒരു ചെടി ഇങ്ങനൊരു വലയം തീർത്തത്. രാജകുമാരിയെ പിടിക്കാൻ വന്ന രാജാവും പരിവാരങ്ങളും വിഷവാതകം ശ്വസിച്ച് അവിടെ തന്നെ മരിച്ചു വീണു. ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ള സൈനികർ പിന്തിരിഞ്ഞ് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ രാജകുമാരിയും ചെടികളും ചേർന്ന് ആ രാജ്യത്തെ സംരക്ഷിച്ചു. പിന്നീട് രാജകുമാരി രാജഭരണമെല്ലാം ഏറ്റെടുത്ത് സന്തോഷത്തോടെ ആ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടുപോകുന്നു.